ഇന്ന് നമ്മുടെ അതിഥിയായി മത്സരാർത്ഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് 100 അല്ല 100-ൽ 200 ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതാരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അഴിമതിക്കാർക്കിടയിൽ ഇയാൾ പേടി സ്വപ്നം, രാഷ്ട്രീയക്കാർക്കിടയിൽ ഇയാൾ മഹി രാവണൻ, പൂഞ്ഞാറിലെ ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തിന് ഒറ്റ പേരേ ഉള്ളൂ, PC ജോർജ്. നമസ്കാരം വീണ്ടും. കാരണം വേറൊന്നുമില്ല, പറയാൻ നേടാം എന്ന് പറഞ്ഞ അമൃതയുടെ ഒരു മെയിൻ ഷോയാണ്. പണം വേണ്ട. അപ്പൊ ചേട്ടൻ എന്തിനാണ്? അതായത് ഇത് അമൃതയുടെ ഒരു പ്രോഗ്രാം എന്തെങ്കിലും പങ്കെടുക്കണം എന്നുള്ള സന്തോഷം. പക്ഷേ എൻ്റെ പണം വേണം. എന്താന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് എരുമേലി പഞ്ചായത്തിൽ പൂഞ്ഞാറ എരുത്തുവാപ്പുഴം മലവേടർ കോളനിയുണ്ട്. ആ കോളനിയിൽ ഒരു സുനിത എന്നൊരു സ്ത്രീ തീ പിടിച്ചു മരിച്ചു. ഞാൻ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ അത് കൊലപാതകം. വളരെ വിശദമായി പഠിച്ച് അവിടെ മലവേടറ ഒന്നും ഇറങ്ങി വരികയല്ല, ജനങ്ങളുടെ ബന്ധമില്ല. ഞാൻ 1 മണിക്കൂർ ബുദ്ധിമുട്ട സ്ത്രീകളൊക്കെ ഇറങ്ങി വന്നു, പുരുഷന്മാരില്ല. ചോദിച്ചു വന്നപ്പോൾ 8ാമത്തെ മരണമാണ്. ഞാൻ മുഖ്യമന്ത്രി പരാതി കൊടുത്ത് അന്വേഷണം നടക്കുക. ആ സ്ത്രീയുടെ 2 മക്കളുണ്ട്. ഭർത്താവിനെ കൊല്ലുന്നത് ഒരു കാർത്തികേയൻ 5 വയസ്സ്, രണ്ടാമത്തെ കൊച്ച് 3 വയസ്സ്. ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ ഇന്ന് നേടുന്ന പണം കൊടുക്കണമെന്നാണ് എൻ്റെ തീരുമാനം. അതാണ് സാമൂഹ്യ പ്രവർത്തനം. അതെ അതാണ്. അപ്പം ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത് ചേട്ടൻ്റെ പഞ്ചായത്തിലൊരു പാലം വരുന്നു. ചേട്ടനാണ് അതിൻ്റെ മെയിൻ ആൾ, ഒപ്പിടേണ്ട ആൾ. ഒരു 100 കോടി രൂപയുടെ പാലം. അപ്പോൾ ഒരു കോൺട്രാക്ടർ വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് പറയാണ്, 100 കോടി രൂപ തരാം, ഒന്ന് കണ്ണടച്ചേക്കോ PC സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ കോൺട്രാക്ടർ അടുത്ത് പറയുന്നത്? അതിന് മറുപടി അത് നമ്മുടെ പ്രമുഖ നടൻ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ മറുപടി. അതെന്താണ്? നിങ്ങളുടെ തന്തയല്ല എൻ്റെ തന്ത. അപ്പൊ അത് ക്ലിയറായി. അത് തന്നെ ഞാനും പറയും. അപ്പൊ എന്തായാലും എനിക്ക് തൃപ്തിയായി, സന്തോഷം. അപ്പൊ നമുക്ക് സീറ്റിലോട്ട് പോകാം. ഇന്നൊരു ഒരു സന്തോഷ വാർത്ത കൂടെ പറയാം. ചേട്ടൻ നേരത്തെ എൻ്റെ തന്തയല്ല നിന്റെ തന്ത, നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറഞ്ഞില്ല. അത് മോഹൻലാലിന്റെ ലൂസിഫർ എന്ന സിനിമയിലെ ഡയലോഗാണ്. ചേട്ടൻ നടന്നു വന്നപ്പോഴും ആ മ്യൂസിക്കാണ് ഇട്ടത്. പക്ഷെ ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ ലൂസിഫർ എന്ന സിനിമയിൽ നിന്നാണ്. മോഹൻലാലിന്റെ ലൂസിഫർ എന്ന സിനിമയിൽ നിന്നാണ്. തീർച്ചയായും കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല പടമാണ്. രാഷ്ട്രീയമുണ്ട്, കൊലപാതകമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ ഇതിനകത്ത് 3 സെഗ്മെന്റാണ്. കേറി പാടാ മക്കളെ, അതിൽ 5 ചോദ്യം. പിന്നെ സവാരി ഗിരിഗിരി, അതിൽ 4 ചോദ്യം. പിന്നെ രാജമാണിക്യം, അതിലൊരു ചോദ്യം. അപ്പോൾ നമുക്ക് എന്തായാലും മുമ്പോട്ട് പോകാം. കാരണം ഒരു നല്ലൊരു ക്ലോസിന് വേണ്ടിയിട്ടല്ലേ ചേട്ടന് ചെയ്യുന്നത്. കാരണം ഒരു കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കിട്ടുന്ന തുക ചേട്ടൻ അങ്ങോട്ട് കൊടുക്കുന്നു അല്ലേ? അതെ. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പം ആദ്യത്തെ സെഗ്മെന്റ് കേറി വാടാ മക്കളെ. കേറി വാടാ മക്കളെ. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഏത് വിദേശ രാജ്യം കാണിച്ചുകൊണ്ടാണ് ലൂസിഫർ തുടങ്ങുന്നത്? ഓപ്ഷൻ എ ഫ്രാൻസ്, ബി അമേരിക്ക, സി ഈജിപ്റ്റ്. ഫ്രാൻസ്. ഉറപ്പാണ്? 100%. അപ്പം ഫ്രാൻസിനെ ഞാൻ തൽക്കാലം എടുത്തു വെച്ച് പൂട്ടി ഇവിടെ വെച്ചിരിക്കുകയാണ്. ചേട്ടനിപ്പം സ്വതന്ത്രനാണല്ലോ. പ്യുവർ സ്വതന്ത്രം. അപ്പം ഈ കലയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് കേട്ടു. അതുപോലെ തന്നെ അത് നമ്മുടെ പൂഞ്ഞാറ് എല്ലാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഒത്തിരി സിനിമാപ്പിടുത്തം വരുന്നുണ്ട് അവിടെ. ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും നടന്മാരും. അപ്പൊ അവരൊക്കെ വരുമ്പോൾ ഞാൻ അതിലേ പോകുമ്പോൾ ഒന്ന് അഭിനയിക്കാൻ പറയും, അഭിനയിക്കും. അങ്ങനെ വരുന്നതാണ്. അപ്പൊ അതിനൊക്കെ റെമ്യൂണറേഷൻ ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല. ഇല്ല, ഫ്രീ ആണ്. എല്ലാം ഫ്രീയാ. അപ്പം നിങ്ങൾ ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ ഞാൻ ഇപ്പോഴേ ഒരു ഹിന്റ് തരികയാണ്. നിങ്ങൾക്ക് PC ജോർജ് എന്ന ഒരു വ്യക്തിയെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അഭിനയിക്കുന്നതായിരിക്കും. അല്ല, അതിനകത്ത് 2 പടം വളരെ ഏറെയുണ്ട്. അതിന് ഒരു ചായ പോലും തന്നില്ല. അപ്പൊ വീണ്ടും നിങ്ങൾ നോട്ട് ചെയ്യുക, ഒരു ചായ പോലും കൊടുക്കാതെ അഹോരാത്രം പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് സിനിമയിൽ PC. അപ്പൊ എന്തായാലും ഒരു ബന്ധം കൂടെ ഉണ്ടല്ലോ ജഗദീഷ് ശ്രീകുമാറുമായിട്ട്. അത് തീരാത്ത ഒരു നഷ്ടമാണ്. കാരണം വലിയ വേദനയാണ്. കാരണം അദ്ദേഹത്തിന്റെ പടങ്ങൾ കാണുമ്പം
ഇപ്പോഴും ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ കിടക്കുകയാണ്. ആ ഗ്യാപ്പ് ഒരിക്കലും അത് മാറുന്നില്ല. ഇന്നും അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ഒരാളെ കാണുന്നില്ല, ആരുമില്ല, ആരും വന്നിട്ടില്ല. ഭയങ്കര അത് ആരോട് പറയാനാ. നമുക്ക് ലോകത്ത് കിട്ടാവുന്ന എല്ലാ ചികിത്സയും നടത്തി. എന്നിട്ട് പിന്നെ വിശ്വാസികൾ പറയുന്നത് വിശ്വാസപരമായ കാര്യങ്ങളാണെന്ന് വെച്ചാൽ അതും നോക്കി. എന്നിട്ട് ഒന്നും രക്ഷ കിട്ടില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം ശബ്ദത്തിൻ്റെ ആ ഞരമ്പ് പൊട്ടിപ്പോയതാണ്. അത് കൂട്ടി വയ്പ്പിക്കാൻ ഓപ്പറേഷൻ ഇല്ല. അതാണ് പ്രശ്നം. പിന്നെ ചില ആളുകൾ പറയുന്നത് കാലങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ സംസാരിച്ചേക്കെന്ന് പറയുന്നു. ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. നന്നായിരിക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഇന്നും മനുഷ്യ മനസ്സിൽ ഇങ്ങനെ തിളങ്ങുകയാണ്, ജീവിക്കുകയാണ്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അത്ഭുതം സംഭവിക്കട്ടെ, അല്ലേ? അതുകൊണ്ട് കാത്തിരിക്കുക. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എ ഫ്രാൻസ് ആണ് നമ്മൾ എടുത്തിട്ട് കൂട്ടിയിരിക്കുന്നത്. എ ഫ്രാൻസ് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ ഇതാ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന്. താങ്ക് യു. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്.